അപ്പൊ കുറച്ച് ദിവസം മുപ്പട്ട് പോത്തുകള് ഫുള്ള് പാടത്തിരുന്നു. നമ്മള് പാടത്താണ് കെട്ടല്. കാരണം തോത്തില് കൊടുന്ന് ഇടുകയാണെങ്കിൽ പിന്നെ ഒരു ദിവസം ഒരു കെട്ട് വൈക്കോല് 3 കൊടുക്കുക. തൊട്ടടുത്ത് പാടം തന്നെ ഉണ്ട്. അപ്പൊ പാടത്തുനിന്ന് ഞാൻ ഇപ്പോ ഇന്നലത്തെ വെള്ളം കൂടല് കൗത്തിനൊപ്പം വെള്ളത്തിൽ കൂടെ അങ്ങോട്ട് വലിച്ചു കൊടുക്കുന്നു. തോട് മുറിഞ്ഞു കിടക്കണം. ചില പോത്ത് അങ്ങോട്ട് ഒഴിഞ്ഞു പോവുകയും ചെയ്യും, ചിലതിനെ കിട്ടലില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിരാന്ത് പിടിച്ചിട്ട് ഞാൻ പറയും ഞങ്ങൾ പോയിട്ടുണ്ട് വരും. അപ്പൊ കുറച്ച് കഴിയുമ്പോഴത്തേന് പോത്ത് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. അപ്പൊ നമ്മൾ വെള്ളത്തിൽ നിന്ന് കയറ്റിയ സ്ഥിതിക്ക് ഈ ഗുളിക കൊടുക്കണം. ഇതാണ് ഗുളിക. ഇതെന്താന്ന് വെച്ചാലേ 1500 പനിയുടെ ഗുളികയാണ് ഇത് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് 3000 വിരയുടെ ഗുളികയാണ്. എന്താ വലിപ്പം! ഒരു ബിരിയാണി ചമ്പറിന്റെ വലിപ്പമുണ്ട്. വെറുതെ അല്ല പോത്തുകള് മറ്റേ പിന്നെ വിരയുടെ ഗുളിക തിന്നാത്തത്. അപ്പോ പിന്നെ പനിയുടെ ഗുളിക കൊടുത്ത പാടന്നെ വിരയുടെ ഗുളിക കൊടുക്കാൻ പാടില്ല. മനസ്സിലായ? അപ്പോ അവിടുന്ന് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് മതി വിരയുടെ ഗുളിക കൊടുക്കല്. വിരയുടെ ഗുളിക കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഗുണം വെച്ചാൽ വയറൊക്കെ ഒന്ന് കുറയും, തീറ്റയും കാര്യങ്ങളൊക്കെ ഒന്ന് കൂടും, വെള്ളം കൂടി കൂടും. അപ്പൊ അങ്ങനെ കുറെ സംഗതികളൊക്കെ ഇതിനുണ്ട്. അപ്പൊ ഇതൊക്കെ അറിഞ്ഞിരിക്കണം പോത്തിനെ വളർത്തുന്നവര്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. ദാറ്റ് ഈസ് എ ബിസിനസ്, എങ്കോറി ബിസിനസ്. മറ്റുള്ള ബിസിനസ് പോലെയല്ല കോഴിമുട്ട കച്ചവടം. കോഴിമുട്ട എന്ന് പറഞ്ഞാൽ നിലത്ത് വീണ് പൊട്ടി ലാഭവും നഷ്ടവും തന്നെ അതിൽ പോയേക്കാം. പക്ഷെ പോത്ത് നിലത്ത് വീണാ പൊട്ടില്ല, ലാഭം പോവില്ല, നഷ്ടം പോവില്ല, ലാഭം തന്നെ ആയിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മളെ വീഡിയോ കാണുന്നവരൊന്ന് ബെല്ലും ബ്രേക്കും ഒന്ന് കയറി അമർത്തി കൊടുക്കുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളെ വിലപ്പെട്ട ഓരോ കമന്റുകളും അറിയിക്കുക. ലെസ്കൊത വീഡിയോ. അപ്പൊ പോത്തിന് മൂക്ക് മുട്ടാത്ത പോത്തുകൾക്ക് ഗുളിക കൊടുക്കുക എങ്ങനെ വെച്ചാല് പിന്നെ ഇങ്ങനെ പിടിക്കാം. ഇങ്ങനെ പിടിച്ചാല് വലിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, മേത്തേക്ക് ചാടും ഒക്കെ ചെയ്യും. ഈ കോറാച്ചി കൂടെ കൈയിടുക, എന്നിട്ട് ഒരു കൈ കൊണ്ട് നാവിന്റെ സൈഡ് പിടിക്കണോ, അല്ലെങ്കിൽ പിന്നെ കൈയൊക്കെ 4 കഷ്ടാവും. പിന്നെ പോത്താണ്ട് തിന്നു, കടിച്ചാണ്ട് തിന്നു. ഇങ്ങനെ കൈ വെച്ച് കഴിഞ്ഞാല് പോത്തിനെ ഇളകാൻ പറ്റില്ല. ഗുളിക നമ്മൾ ഈ കൈ കൊണ്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ വെച്ചു കൊടുക്കുക. അതുപോലെ എല്ലാത്തിനും അങ്ങനെ കൊടുക്കുക. പിന്നെ മാത്രല്ല, പനി വന്നാല് പോത്തിനെ അറിയാം എങ്ങനെയാന്ന് വെച്ചാല് ഈ ബാക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ മുക്കല്ലേ ചന്തിക്കാനെന്ന് അറിയും. അവിടെ ഇങ്ങനെ ചൂടുണ്ടാ നോക്കുക. അപ്പൊ ഇതിന് പനി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ മോന്തട ഭാഗത്ത് വരുമ്പോ ഈ മൂക്കിന്റെ ഭാഗത്ത് വരുമ്പോ മൂക്കിന്റെ ഭാഗത്ത് വിയർപ്പില്ലാതെ ഇങ്ങനെ ഉണങ്ങി കടിച്ചിട്ട് നിൽക്കും. അപ്പൊ അതിന് പനി ഉണ്ട് എന്നുള്ളതിന്റെ ലക്ഷണമാണ്. ഇപ്പൊ ഇതിന് വിയർപ്പുണ്ട്. ഞാൻ കുറച്ചു മുന്നേ അതിന് പനി ഉണ്ടായിരുന്നു. അപ്പൊ പനിയുടെ ഗുളിക നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ 3000 പിന്നെ ഇത് കൊടുക്കണം, വിരയുടെ ഗുളിക. അത് പനിയുടെ ഗുളിക കൊടുത്തിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് മതി പോത്തുകൾക്ക് വിരയുടെ ഗുളിക കൊടുക്കുക. ഇതിനൊക്കെ ഇപ്പൊ 3000 കൊടുക്കുക, പ്രശ്നമുള്ളതൊന്നുമല്ല. അപ്പൊ ഈ 3 പോത്തുകളാണ് ഇനിയുള്ളത് നമുക്ക് കൊടുക്കാനുള്ളത്. മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്ത് alhamdulillah tabarakallah. Very small the simple work. The lily put the deliver was. Little drops of water, little gains society making the baking ocean and the pleasant land. Little drops of water എന്ന് പറഞ്ഞാൽ അവിടുത്തെ വെള്ളം, ലിറ്റിൽ ഒരു ഗ്രാമം. അവിടുത്തെ വെള്ളം കൊടുത്തിട്ട് കഞ്ഞിരള്ളൊക്കെ ഉണ്ടാവും. ചാവൽക്ക ചാവൽക്ക ദൂത് ഒക്കെ പാടെ കൊടുത്തിട്ട് ഭാര്യ വലിച്ചാണ്ട് കൊടുക്കും. പോത്ത് നന്നാവും. ഇപ്പം പിന്നെ ഇവിടെ നോക്കി പോത്ത് നോക്കി, ചന്തിക്കന നോക്കി. അതിന്റെ ശിവൻകുട്ടി എന്താ ചന്തിക്കനത്തിന്റെ മുഖം. അപ്പൊ ഇതാണ് ചന്തിക്കന എന്ന് പറഞ്ഞത്. ഈ പോത്തിന് കുറച്ച് ചന്തിക്കന കുറവാ. അത് നമ്മൾ നോക്കിയെടുക്കണം. കൊടുന്ന പാടൊന്നും ചന്തിക്കനം വരില്ല. ചന്തിക്കനം നമ്മൾ ഉണ്ടാക്കിയെടുക്കലാണ്. പിന്നെ ചില പോത്തുകൾ എന്ത് ചെയ്യും, കയ്പുള്ള മരുന്ന് കൊടുക്കുമ്പോ തൊള്ള പിടിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ തമ്മിലില്ല. ഈ പോത്തൊക്കെ ഭയങ്കര അതിൽ ശക്തി കാട്ടണതാ. അണ്ടാ ഇതിനെ കൊടുക്കുമ്പോ വലിയ പ്രയാസം അനുഭവിക്കും. മൂക്കുത്താത്തത് കൊണ്ട് തൊള്ളയിൽ കൈയിടാൻ പറ്റില്ല. എന്നാലും കുറെ ഒക്കെ കൈയിടാം, ചാടും, വേലക്ക് ചാടും ഒക്കെ ചെയ്യും. അപ്പൊ ഈ പോത്തള അങ്ങനെ. അതേപോലെ തന്നെ ആ പോത്തും ഇതിന് പിന്നെ പരിചയമായി എന്ന് പറഞ്ഞാൽ മരുന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ
ഇതിന് കൊടുക്കുന്നറിയാം. കാരണം ചെറിയ കുട്ടികളെ പോലെ കയ്പുള്ള മരുന്ന് അണ്ണാക്കിലേക്ക് ചെല്ലുമ്പോൾ അവർ കക്കും. നമ്മൾ ഗുളിക കൊടുക്കുമ്പോൾ ഇത്ര പോരാ അണ്ണാക്കിക്കാണ്ട് കയറ്റി വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ കൊടുത്താണ്ട് പോയി വേണ്ട പോത്തി നമ്മളെ നോക്കും. എന്നിട്ട് ഗുളിക ഇങ്ങനെ വെള്ളം കൊടുത്തിട്ട് അത് കക്കും. അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ കന്നുകാലികളെ വളർത്തുമ്പോ പനി ഉണ്ടാകുന്ന നോക്കണ വേറൊരു സംഗതി കൂടി ഉണ്ട്. ഈ തലോട് ചേർത്തിട്ട് ചുവടിന്റെ ഈ ഭാഗം കൂട്ടി പിടിക്കുക. ഇതാ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാല് ഈ വിരല് നമ്മൾ ഇതിന്റെ കവത്തിന്റെ ഭാഗത്തായിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പൊ കയ്യുമ്മലേക്ക് നല്ല ചൂട് ഇങ്ങനെ അനുഭവപ്പെടും. അപ്പൊ ഞമ്മക്ക് അനുഭവമുള്ള ഇങ്ങനെ വെച്ച് അനുഭവമുള്ള ഇതിനൊക്കെ പനി ഉണ്ടായിരുന്നിട്ടാ. അപ്പൊ ഇങ്ങനെ വെച്ചാൽ മതി. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് കയ്യുമ്മേക്ക് നല്ല ചൂടടിക്കാൻ സാധ്യത വരും. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ അവസ്ഥ. കന്നുകാലിനെ വളർത്താൻ ആഗ്രഹിക്കുന്നവര് ചാണം നീക്കണം, ഇതിന്റെ അസുഖങ്ങൾ കണ്ടുപിടിക്കണം, ഇതിന് നല്ല ശുശ്രൂഷ കൊടുക്കണം, പിന്നെ വെള്ളം കൊടുക്കണം, വൈക്കോല് കൊടുക്കണം, പുല്ലൊക്കെ കൊടുക്കണം. ചാണം മേത്തിക്കായി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ പറ്റില്ല. അറപ്പും വെറുപ്പൊന്നും കന്നുകാലികളെ വളർത്തുന്നവർക്ക് പറ്റില്ല. പിന്നെ നമ്മൾ ഇവരെ സ്നേഹിക്കും വേണം. അപ്പൊ മാണിക്കല്ല് പുകലാണ് അതിൻ്റെ അമ്മ. അപ്പൊ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാണ്. ലെറ്റ്സ് ഗോ ദ വീഡിയോ.